ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഗോവയിലേക്കുള്ള ചെറിയൊരു ട്രിപ്പിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. കാസർഗോഡ് നിന്നാണ് കയറിയത്. 8:45 ട്രെയിനിൽ കയറി. ഇപ്പം ഒരു ഹാഫ് ആൻ അവറിൽ മഡ്ഗൗണിലെത്തും. അപ്പോൾ നമുക്കിനി ഗോവയിലത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഇവിടെ 1 അവറിന് പെർ പേഴ്സൺ 100 റുപ്പീസാണ് വേണ്ടി വന്നത്. അപ്പോൾ 2 അവേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു പോകുന്ന വഴിയിൽ. ഇവിടെയാണ് ഒരു ദിവസത്തെ നമ്മുടെ സ്റ്റേ. അപ്പം ഇതാണ് നമ്മുടെ റൂം. ടു BHK ആണ് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ചെറുതായിട്ട് നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇത് ബാൽക്കണി. അങ്ങനെ നമ്മൾ റെൻ്റൽ സ്കൂട്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിന് പോവാം. പിന്നെ ഇപ്പം നമ്മൾ കോൾവ ബീച്ചിലേക്കാണ് പോകുന്നത്. എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളം ഇല്ല പോലെ തന്നെയാണ്. വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഇനി ബീച്ച് സൈഡൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇവിടെയൊക്കെ കാണുമ്പോൾ അതുപോലെയാണ്. അങ്ങനെ നമ്മൾ കോൾവ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് വലിയ ചൂടില്ല. ഉച്ചക്ക് നല്ല വെയിലായിരിക്കും. ചൂട് അതുപോലെ തന്നെ ഉണ്ടാവും. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇപ്പോൾ റെയ്സ് മഗോസ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതിൽ ടിക്കറ്റ് എടുക്കണം. 50 രൂപയാണ് ടിക്കറ്റ് ഫീസ് വരുന്നത്. അവിടെ പാർക്കിംഗ് കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറുണ്ട്. ഇവിടുന്ന് കുറച്ച് കയറാനുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങോട്ടേക്ക് എത്തണം. പോവാ. അപ്പം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് നല്ല കയറ്റാണ്. ഇതാ അവിടെ ഒരു പള്ളിയുണ്ട്.
ഇവിടെ ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. ഇതാണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചേർച്ച്. വലിയ ചർച്ചാണ് കേട്ടാ. നല്ല ആൾക്കാരും ഉണ്ട് കാണാൻ വന്നിട്ട്. ഞാൻ ലൈഫിൽ കണ്ടതിൽ വെച്ചിട്ട് വലിയ ചർച്ച് തന്നെയാന്നാ തോന്നുന്നത്. ഇത് ഓപ്പണിങ് 3:30 പറഞ്ഞത്. എന്നാലും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ചർച്ചിൽ നിന്ന് ഇപ്പം നേരെ വന്നിട്ടുള്ളത് ഫൊണ്ടൻ ഹാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലേക്കാണ്. ഇത് ഈ സ്ട്രീറ്റ് കാണുമ്പോൾ നമുക്ക് ഈ യൂറോപ്പിലെല്ലാം പോയിട്ട് വരുമ്പോൾ ആ ഒരു വൈബാണ്. പണ്ടത്തെ പോർച്ചുഗീസ് ഉണ്ടാക്കി വെച്ച അവരെ ആ ബിൽഡിങ്, കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പോയാലോ? പിന്നെ ഈ സ്ഥലത്തിന് ലാറ്റിൻ ക്വാർട്ടർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പഴയകാല പോർച്ചുഗീസ് ഭൂതകാലത്തെ സജീവമാക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണാം. അങ്ങനെ ഫൊണ്ടിൻ ഹാസിലെ സൗന്ദര്യം വേണ്ടോളം ആസ്വദിച്ച് നമ്മൾ നേരെ പോയത് കോൾവ ബീച്ചിലേക്കാണ്. സൺസെറ്റ് കാണാനാണ് പോയത്. നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു. എന്നാൽ രാത്രി DJ പാർട്ടി കാര്യങ്ങളൊന്നും